തിമിർത്തു പെയ്യുന്ന മഴയിലും കർക്കടക മാസ പൂജാ നാളുകളിൽ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് 33,887 ഭക്തരാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത്. സന്നിധാനത്ത് ഇന്നും കനത്ത മഴ തുടരുകയാണ്. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10-ന് നടയടയ്ക്കും. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, സന്നിധാനത്തും അതിശക്തമായ മഴ തന്നെയാണ്. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ ഭക്തജന പ്രവാഹം തന്നെയാണല്ലേ ശബരിമലയിലേക്ക്? രോഹിണി, കഴിഞ്ഞ 4 ദിവസമായി സന്നിധാനത്ത് കനത്ത മഴയാണ്. ഇന്ന് പുലർച്ചെയും മഴയുണ്ട്. ഇന്നലെ രാത്രി പെയ്ത മഴ തോരാമഴ എന്ന് പറയാവുന്ന കാലാവസ്ഥയിൽ തന്നെയാണ് ഇന്നും തുടരുന്നത്. ഇന്ന് പുലർച്ചെ അല്പസമയം മുൻപ് മാത്രമാണ് മഴ മാറി നിന്നത്. പക്ഷേ മഴയൊന്നും തടസ്സമല്ല. അയ്യപ്പ ദർശനത്തിന് മഴയായാലും വെയിലായാലും ഒന്നും പ്രശ്നമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് നിരവധി ഭക്തജനങ്ങളാണ് സന്നിധാനത്തേക്ക് കർക്കിടക മാസ പൂജാ നാളുകളിൽ എത്തുന്നത്. 33,378 ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തി. അതിന് മുൻപുള്ള ദിവസവും 29,000-ഓളം ഭക്തജനങ്ങളും ദർശനം നടത്തി. ശരാശരിക്ക് മുകളിൽ ഭക്തജന തിരക്ക് എല്ലാ ദിവസവും കർക്കിടക മാസ പൂജാ നാളുകളിൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. മലയാളികളെക്കാൾ കൂടുതൽ 2 ദിവസമായി തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളും ദർശനത്തിന് എത്തുന്നുണ്ട്. കർണാടക, ആന്ധ്ര തുടങ്ങിയ ഇതര സംസ്ഥാന ഭക്തജനങ്ങൾ മലയാളികളെക്കാൾ കൂടുതൽ കർക്കിടക മാസ പൂജാ നാളുകളിൽ എത്തുന്നു എന്നുള്ളതാണ് ഈ മാസപൂജാ നാളുകളിലെ പ്രധാനപ്പെട്ട സവിശേഷത. സാധാരണ മാസപൂജാ നാളുകളിൽ മലയാളികളാണ് കൂടുതലായി എത്തുന്നതെങ്കിൽ ഇത്തവണ കർക്കിടക മാസ പൂജാ നാളുകളിൽ മലയാളികളെക്കാൾ കൂടുതൽ ഇതര ഭാഷ ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നു. നീലിമല പാതയിൽ സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തും വഴുക്കലുണ്ട്. കനത്ത മഴ മൂലം കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വഴുക്കലുണ്ട്. ഭക്തജനങ്ങൾ തെന്നി വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 15ഓളം ഭക്തജനങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നീലിമല പരമ്പരാഗത പാതയിൽ തെന്നി വീണ പരിക്കേറ്റു. കൈക്കും കാലിനുമൊക്കെ നിരവധി ഭക്തർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നീലിമല പരമ്പരാഗത പാതയിൽ സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നീലിമല പാത ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് സഞ്ചാരം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാക്ടർ സർവീസിനും സ്വാമി അയ്യപ്പൻ റോഡിൽ രാവിലെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാമി അയ്യപ്പൻ റോഡിൽ ഇപ്പോൾ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുഴുവൻ ഭക്തജനങ്ങളെയും സ്വാമി അയ്യപ്പൻ റോഡ് വഴി കടത്തിവിടുന്നത് കൊണ്ട് തന്നെ നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് ആ ഭാഗത്തു നിന്നും സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഭക്തജനങ്ങൾ മല കയറി സന്നിധാനത്തേക്ക് എത്തുന്നത്. ഭക്തജനങ്ങൾ ജാഗ്രതയോടുകൂടി മല കയറണം, മല ഇറങ്ങണം എന്നുള്ള കാര്യവും ഓർമ്മിക്കേണ്ടതുണ്ട്. പലയിടത്തും സ്വാമി അയ്യപ്പൻ റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വഴുക്കൽ ഉണ്ട്. അതുകൊണ്ട് തെന്നി വീഴുന്നതിനുള്ള സാഹചര്യം കൂടുതലാണ്. ഒപ്പം തന്നെ വലിയ വൃക്ഷങ്ങളുടെ ചോട്ടിൽ ഉറപ്പിക്കുന്നതും മറ്റും അപകടങ്ങൾക്ക് കാരണമാകുമെന്നുള്ളതുകൊണ്ട് ഇക്കാര്യവും ഓർക്കുക. വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കാതിരിക്കുക, വൈദ്യുതി ലൈനുകളിൽ സ്പർശിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ജാഗ്രതയോടുകൂടി മല കയറുന്ന ഭക്തർ എത്തേണ്ടതുണ്ട്. ഒപ്പം പമ്പയിൽ നീരൊഴുക്ക് ശക്തമാണ്. വലിയ രീതിയിലുള്ള നീരൊഴുക്കുള്ളത് കൊണ്ട് തന്നെ പമ്പ സ്നാനത്തിനിറങ്ങുന്ന ഭക്തജനങ്ങളും ഇക്കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രതയോടുകൂടി വേണം ഭക്തജനങ്ങൾ മല കയറി എത്താൻ. ഒപ്പം തിരികെ മലയിറങ്ങുന്ന ഭക്തരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശബരിമല പാതയിലും ലാഹിയിലും നിലക്കിലും പാമ്പയിലും എല്ലാമായി വിവിധ ഭാഗങ്ങളിലും മഴ ശക്തമാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ കൂടി സഞ്ചാരം നടത്തുന്ന ഭക്തജനങ്ങളും ഇക്കാര്യങ്ങൾ കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജാഗ്രതയോടുകൂടി തന്നെ മലയിറങ്ങുകയും മല കയറുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ടെന്നുള്ള കാര്യം ഭക്തജനങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നേരിട്ടുള്ള ദർശന ക്രമീകരണവും ഒപ്പം ഫ്ലൈ ഓവർ ഉപയോഗിച്ചുള്ള ദർശന ക്രമീകരണവും ഒരേ സമയം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ഫ്ലൈ ഓവർ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സന്നിധാനത്ത് നിന്നും കാണുന്ന കാഴ്ചയ്ക്ക് സമാനമായ കാഴ്ച തന്നെയാണ് കർക്കിടക മാസ പൂജാ നാളുകളിലും സന്നിധാനത്ത് നിന്നും കാണുന്നത്. രോഹിണി.